ഇവിടെ ജീവനുള്ളത് അക്ഷരങ്ങൾക്ക് മാത്രമാണ്. ഉറ്റവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ എത്തുന്നവരുടെ മനസ്സിലെ മങ്ങൊരുക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ ലൈബ്രറി നിർമ്മിച്ചത്. പലരും ഈ മരണവുമായിട്ട് വന്നിട്ട് പോലും ഇവിടെ ഈ വന്ന് ചെടികളിൽ ഈ ഫിഷ് ടാങ്കിൽ അടക്കം വന്ന് കുറേ സമയം അവർ തന്നെ നോക്കി നിൽക്കാറുണ്ട്. പല മാനസിക സമൃദ്ധി വരുമ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്തോട്ട് കയറുമ്പോൾ വളരെ പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ചെയ്ത നല്ലതാണ് എന്ന് പലരും പറയുന്നുണ്ട്. മൃതദേഹങ്ങൾക്കൊപ്പം ഇവിടേക്ക് എത്തുന്ന പോലീസുകാർ മണിക്കൂറുകളോളമാണ് കാത്തിരിക്കേണ്ടി വരുന്നത്. അവർക്കും ഒരു ആശ്വാസമാണ് ഈ ലൈബ്രറി. ഇവിടെ വന്നാലും ഒരു പ്ലസന്റ് ഫീലാണ്. നമ്മുടെ ജോലി ഭാഗമായിട്ട് ഇപ്പം ഒരു ബോഡിയായിട്ട് വന്നു കഴിയുമ്പം എങ്ങനെ പോയാലും ഒരു 1.5-2 മണിക്കൂർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. ആ ഒരു സമയം നമുക്ക് ഈ ഇവിടെ ഇരിക്കുന്ന പുസ്തകമൊക്കെ വായിച്ച് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള അവസരം. മോർച്ചറി എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് പലർക്കും ഉണ്ടാകുന്നത്. ഇവയൊക്കെ മാറ്റിയെടുക്കുന്നതാണ് ലക്ഷ്യം. അവർ വരുന്നത് അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരുടെയോ ഒരു നഷ്ടം, അത് നികത്താനാവാത്തൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ ആ ഒരു അത്രയും വിഷമത്തോടു കൂടി വരുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഒരു ചെറിയ സമാധാനമെങ്കിലും കിട്ടിയാൽ, നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയിലെ ശ്രീധരനും എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയിലെ ദാസനുമെല്ലാം വായനക്കാരെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിനുണ്ട് നമുക്കൊപ്പം. ജിബിനെ, ഇതൊരു അല്ലേ, പെട്ടെന്ന് ആളുകൾക്ക് എങ്ങനെ ആളുകൾ അതിനെ ഉൾക്കൊള്ളും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞതുപോലെ ആളുകൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരല്പം ആശ്വാസം അതാ മീനുകളെ നോക്കുമ്പോൾ പോലും കിട്ടുന്നു എന്ന് അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ അത് നല്ലതാണ്, നല്ലൊരു അല്ലേ, ഒരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. ആളുകൾ അങ്ങനെ ഉപയോഗിക്കട്ടെ അല്ലേ. ഞാൻ എൻ്റെ ഈ കസിൻ ബ്രദറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പ് അവസാനമായി തിരുവനന്തപുരം മോർച്ചറിയിൽ ചെന്നത്. അന്നുള്ള ഒരു സാഹചര്യമല്ല നമുക്ക് ഇപ്പോൾ ഈ മോർച്ചറിക്കകത്തുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം പലരും പല വിഷമങ്ങളുമായി അവരുടെ ഉറ്റവരെയൊക്കെ തന്നെ നഷ്ടപ്പെട്ടവരായിരിക്കും ഈ ഒരു മോർച്ചറിലേക്ക് എത്തുക. അപ്പോൾ അവിടെ ഈ ലൈബ്രറി നിർമ്മിച്ചു എന്ന് വെച്ചുകൊണ്ട് ഈ പോകുന്ന ആർക്കല്ലേ, മൃതദേഹം ഏറ്റുവാങ്ങാനായി പോകുന്നവരോ അവരുടെ ബന്ധുക്കളോ ഒന്നും തന്നെ ഇത്തരത്തിൽ ലൈബ്രറിയിലുള്ള ബുക്ക് വായിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഈ മൃതദേഹവുമായി അവിടെ എത്തുന്ന മറ്റുള്ള ആൾക്കാരുണ്ട്. ഒരു ബോഡിയുമായിട്ടൊക്കെ തന്നെ രാവിലെയൊക്കെ എത്തുന്ന പോലീസുകാരായിരിക്കും ഇൻക്വസ്റ്റ് നടപടികളുമായി. അവർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം, ഇതിനൊക്കെ ശേഷം ഏകദേശം വൈകുന്നേരത്തോടു കൂടിയായിരിക്കും ഈ ഒരു മൃതദേഹം വിട്ടുകിട്ടുന്നത്. അപ്പോൾ അത്രയും നേരം ഇവർക്ക് ഈ മോർച്ചറിക്കുള്ളിൽ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല അവിടുത്തെ അന്തരീക്ഷം, ബന്ധുമിത്രാദികളുടെ കരച്ചിൽ, ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ഈ കാണുന്നവരുടെ തന്നെ മനസ്സിനെ ഒലിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസം എന്ന ഒരു മാർഗവുമായിട്ടാണ് പ്രത്യേകിച്ച് ഈ മോർച്ചറിക്കകത്തുള്ള സെക്യൂരിറ്റി ഗാർഡും കൂടി ആയിട്ടുള്ള ഈ ഒരു കണ്ണൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ലൈബ്രറി ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണുള്ളത്. പുസ്തകങ്ങൾ മാത്രമല്ല, അതായത് അവിടെ ഒരു അക്വേറിയം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെടികളൊക്കെ തന്നെ ആ ഒരു റിസപ്ഷൻ ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ആശയം എന്ന് പറയുമ്പോൾ ഈ എത്രത്തോളം വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാരായിരുന്നല്ലോ, ഈ ചെറിയ മീനിനെയൊക്കെ തന്നെ കാണുമ്പോൾ അവരുടെ മനസ്സിന് ഒരു സമാധാനം കിട്ടുമെന്നും അത്തരത്തിലൊരു വിഷമം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം, ആൾക്കാരുടെ വിഷമങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്നാണ് ഈ ഒരു ലൈബ്രറിയും അതുപോലെ ഈ ഒരു ചെടികളും ഈ ഒരു അക്വേറിയൊക്കെ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും അവർക്ക് ഇനി അവിടത്തേക്ക് പുസ്തകങ്ങളൊക്കെ തന്നെ തേടുന്നുണ്ട്. വരുന്ന നാളുകളിൽ ഈ ആൾക്കാർ അവിടെ പല പല വിഷമങ്ങളുമായി എത്തുന്ന ആൾക്കാരുടെയൊക്കെ തന്നെ മനസ്സിനെ ഒന്ന് ശാന്തപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പോസിറ്റീവായ ഒരു കാര്യമായി തന്നെ ആളുകൾ കിടക്കുക. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പല ആശുപത്രികളിലും ICU ഉള്ള ഒരു അനുഭവത്തിൽ നിന്നും കൂടി പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ തിങ്ങിക്കൂടിയിടങ്ങളിൽ ബന്ധുക്കൾ മുഴുവൻ എങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും വിഷമത്തിലായിരിക്കുമല്ലോ. തിങ്ങിക്കൂടിയിരുന്ന് ഇരിക്കാനോ കിടക്കാനോ ഒന്നും സ്ഥലമില്ലാത്ത രീതിയിൽ അങ്ങനെയുള്ള പല ആശുപത്രികളുണ്ട്. അപ്പോൾ ഈ ICUവിൻ്റെയൊക്കെ മുന്നിൽ ഒരുപക്ഷെ ഇത്തരമൊരു ചെറിയ വായിക്കാനുള്ള സൗകര്യമോ കുറച്ച് വിശാലമായ സ്ഥലമൊക്കെ ഒരുക്കിയാൽ ആളുകൾക്ക് അവരൊരു മാനസികാഘാതത്തിൽ നിന്ന് കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് പുറത്ത് കിടക്കാൻ ഉപകരിക്കും എന്നതിൽ സംശയമില്ല. അക്ഷരങ്ങൾക്ക് എന്തായാലും നമ്മളെ മാറ്റാനുള്ള കഴിവുണ്ടല്ലോ, അത് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ നന്നായി അത് ഉപയോഗിക്കപ്പെട്ടെ. ശരി.